സംരക്ഷിക്കപ്പെടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മളിലേക്ക് ഖുർആനെ നിലനിർത്തിയിട്ടും ഈ ഉമ്മത്ത് ഖുർആന്റെ കാര്യത്തിൽ അഥവാ ഈ ദീനിന്റെ കാര്യത്തിൽ 3 വിഭാഗക്കാരായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിൽ 3 വിഭാഗം ആളുകളെ പറയാൻ വേണ്ടി പോകും. ഫമിൻഹും ളാലിമുൻ ലിനഫ്സി, അവരിൽപ്പെട്ട, എന്നാൽ നാം തിരഞ്ഞെടുത്ത ഈ ഉമ്മത്ത് അവരിലുണ്ട് ളാലിമുൻ ലിനഫ്സിഹി, തന്റെ നഫ്സിനോട് അക്രമം പ്രവർത്തിക്കുന്നവർ. അതെന്താണെന്ന് പറയും. വമിൻഹും മുഖ്തസിദ്, എന്നാൽ അവരിൽ മറ്റു ചിലരുണ്ട് അവർ മധ്യമായ നില സ്വീകരിക്കുന്നവരാണ്. അങ്ങനെയാണ് മുഖ്തസിദിന്റെ അർത്ഥം. അവർ മധ്യമായ നില സ്വീകരിക്കുന്നവർ. എന്നാൽ വമിൻഹും, അവരിൽ മറ്റു ചില ആളുകളുണ്ട് സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അഥവാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി ഖൈറാത്തുകളിൽ മുൻകടക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്, നന്മകളിൽ മുൻകടക്കുന്നവർ. അപ്പം ഈ ഉമ്മത്തിനെ അള്ളാഹു 3 ആയിട്ട് തിരിച്ചിരിക്കുകയാണ്. ഖുർആനെ സൂക്ഷിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിന്റെ കൽപ്പനകളെ സൂക്ഷിക്കുന്ന കാര്യത്തിലും നബിതങ്ങളുടെ ഉമ്മത്തിനെ അള്ളാഹു തആല 3 ആയിട്ട് തിരിച്ചിരിക്കും. അതിൽ ഒന്നാമത്തെ വിഭാഗം ഫമിൻഹും ളാലിമുൻ ലിനഫ്സി. ഈ 3 കൂട്ടം ആളുകൾ ആരാണ് എന്നതിനെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ആ എല്ലാ അഭിപ്രായങ്ങളുടെയും ഒരു ആകത്തുകയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. ളാലിമുൻ ലിനഫ്സിഹി എന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, അള്ളാഹു ഫർളാക്കിയ എല്ലാ ഫർളുകളെയും അനുഷ്ഠിക്കാതെ ചിലതിനെ ഉപേക്ഷിക്കുകയും അള്ളാഹു ഹറാമാക്കിയ എല്ലാ ഹറാമുകളെയും ഉപേക്ഷിക്കാതെ ചില ഹറാമുകളെ ചെയ്യുകയും ചെയ്യുന്നവർ. അവരാണ് ആര്? ളാലിമുൻ ലിനഫ്സി. മുസ്ലിമീങ്ങളെയാണ് ഈ 3 ആയിട്ട് തിരിച്ചിട്ടുള്ളത്, കാഫിരികളെ അല്ല, മുസ്ലിമീങ്ങളെയാണ് 3 ആയിട്ട് തിരിച്ചത്. അതിൽ ആദ്യത്തെ വിഭാഗമാണ് അള്ളാഹു ഫർളാക്കിയ എല്ലാ ഫർളുകളും അവരെന്ത് ചെയ്യുന്നില്ല. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ ഇടയിൽ നിസ്കരിക്കുന്നുണ്ട്, സകാത്ത് കൊടുക്കാത്ത ആൾക്കാരുണ്ട്, ഇല്ലേ? നിസ്കാരവും സകാത്തും കൊടുക്കാറുണ്ട്. ഹജ്ജ് ഫർളായിട്ട് എത്രയോ കൊല്ലമായി ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, ഹജ്ജ് ചെയ്യാത്തവരുണ്ട്. അപ്പം ഇത് ചില ഫർളുകളെ എടുക്കുന്നു, ചില ഫർളുകളെ ഉപേക്ഷിക്കുന്നു. അതേപോലെ ഹറാമുകളുടെ കാര്യത്തിലും ചില ഹറാമുകളെ ഒഴിവാക്കുന്നു, ചില ഹറാമുകളെ ചെയ്യുന്നു. അങ്ങനത്തെ ആളുകൾ മുസ്ലിമുകളുടെ കൂട്ടത്തിലില്ലേ? എന്നാൽ ഫമിൻഹും മുഖ്തസിദ്, അവരിലുണ്ട് മധ്യമായ നില സ്വീകരിക്കുന്നവർ. അവരുടെ അവസ്ഥ എന്താണ്? അവര് ഫർളായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു, എല്ലാ ഹറാമുകളിൽ നിന്നും അവർ ഒഴിഞ്ഞു നിന്നു. എന്നാൽ ഫർളിന് താഴെയുള്ള കാര്യങ്ങളെ, പല കാര്യങ്ങളെയും അവർ ഉപേക്ഷിച്ചു. ഫർളിന് താഴെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സുന്നത്തുകൾ, മുസ്തഹബുകൾ. ഫർളുകളിൽ അവർ വീഴ്ച വരുത്തിയില്ല, അതെല്ലാം അവർ ചെയ്തു. പക്ഷെ അതിന് താഴെയുള്ളതിൽ അവർ എന്ത് വരുത്തി? സുന്നത്തുകളുടെ കാര്യത്തിൽ അവർ വീഴ്ച വരുത്തി. മാത്രമല്ല ഹറാമുകളൊന്നും അവർ ചെയ്തില്ല, പക്ഷെ ഹറാമിന് താഴെയുള്ള അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത പല കാര്യങ്ങളും അവരെന്ത് ചെയ്തു? മക്റൂഹ്, കറാഹത്തുകൾ അവരെന്ത് ചെയ്തു? അങ്ങനത്തെ ആളുകളെയാണ് എന്ത് വിളിക്കുന്നത്? മുഖ്തസിദ് എന്ന് വിളിക്കുന്നത്. എന്നാൽ 3ാമത്തെ വിഭാഗം ആളുകൾ സാബിഖുൻ ബിൽ ഖൈറാത്ത്. ഈ ഉമ്മത്തിലെ 3ാം വിഭാഗം സാബിഖുൻ ബിൽ ഖൈറാത്ത് ആണ്. എന്താണ് അവരുടെ അവസ്ഥ? അവർ ഫർളുകളെ എല്ലാം ചെയ്തു, മുസ്തഹബുകളെയും സുന്നത്തുകളെയും അവരെന്ത് ചെയ്തു? സൂക്ഷിച്ചു. ഹറാമുകളിൽ നിന്നും മക്റൂഹുകളിൽ നിന്നും അവരെന്ത് ചെയ്തു? ഒഴിഞ്ഞു നിന്നു. എന്നാൽ ചില അനുവദനീയമായ കാര്യങ്ങളെ പോലും ഹറാമാണോ എന്ന സംശയത്തിന്റെ പേരിൽ അവരെന്ത് ചെയ്തില്ല. അത് അനുവദനീയമായിരുന്നു, പക്ഷെ അവർക്ക് തോന്നി ഇത് ഹറാമാണോ, ഇത് ചെയ്യാൻ അനുവാദം ഉണ്ടോ എന്ന സംശയത്തിന്റെ പേരിൽ പോലും അവർ അതിനെ ചെയ്യാൻ തയ്യാറായില്ല. മാത്രമല്ല അള്ളാഹു അനുവദിച്ച ചില കാര്യങ്ങളെ ഞാൻ ഈ കാര്യം ചെയ്താൽ അത്രയും കൂടി എനിക്ക് ഇബാദത്തിന് സമയം കുറഞ്ഞു പോകും എന്ന് വിചാരിച്ചും ചില അനുവദനീയമായ കാര്യങ്ങളെ അവരെന്ത് ചെയ്തു. ഇതാണ് 3 വിഭാഗം. ളാലിമുൻ ലിനഫ്സി എന്ന് പറഞ്ഞാൽ ആരാണ്? ഫർളുകളെ എല്ലാം പൂർത്തിയാക്കിയില്ല, ചിലത് ചെയ്തു, ചിലത് ഒഴിവാക്കി. ഹറാമുകളെ എല്ലാം ഒഴിവാക്കിയില്ല,
ചില ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു, ചിലത് ചെയ്തു. ഇതാണ് ആര്? നഫ്സിനോട് അക്രമം കാണിച്ചവർ എന്നല്ലേ അതിന്റെ അർത്ഥം. പാപം ചെയ്യുന്നവർക്കല്ലേ ഖുർആനിൽ അങ്ങനെ നഫ്സിനോട് അക്രമം കാണിച്ചവർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. രണ്ടാമത്തെ വിഭാഗം ആളുകൾ മുഖ്തസിദാണ്. അവരെന്താ? ഫർദുകളെല്ലാം ചെയ്തു, പക്ഷെ അതിന് താഴെയുള്ള സുന്നത്ത് പോലുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുന്നു. ഹറാമുകൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിന്നു, അതിന് താഴെയുള്ള ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, കറാഹത്തുകൾ പോലുള്ളത്. അതിനെ അവരെന്ത് ചെയ്തു? അതിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ അവർക്ക് സാധിച്ചില്ല. സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഫർളിനെയോ സുന്നത്തിനെയോ മുസ്തഹബിനെയോ അവർ ഒഴിവാക്കിയില്ല, ഒരു ഹറാമും കറാഹത്തും അവര് ചെയ്തതുമില്ല. എന്നല്ല, അള്ളാഹു അനുവദനീയമാക്കിയ ചില കാര്യങ്ങളെ പോലും ഇത് ഹറാമായി പോകുമോ എന്നുള്ള സംശയത്തിൽ അവരെന്ത് ചെയ്തു? അവര് അതും ചെയ്യാൻ അവർ തയ്യാറാക്കി. അള്ളാഹുവിന്റെ ഔലിയാക്കളെ പോലുള്ള ആളുകൾ. ഇങ്ങനെ മൂന്നായിട്ട് അള്ളാഹു തആല ഈ ഉമ്മത്തിനെ എന്ത് ചെയ്തു? തിരിച്ചു. പക്ഷേ ഈ മൂന്ന് കൂട്ടരെ കുറിച്ചും അള്ളാഹു ആദ്യം എന്താ പറഞ്ഞത്? ഇസ്തഫൈനാ മിൻ ഇബാദിനാ. ഇവരെല്ലാവരെയും ഞാൻ എന്ത് ചെയ്തതാണ്? എന്റെ നബിയുടെ അന്ത്യപ്രവാചകന്റെ ഉമ്മത്താകാൻ വേണ്ടി ഞാൻ തെരഞ്ഞെടുത്തവരാണ്. അപ്പോഴും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. തൗബയുടെ ഒരു ആയത്തുണ്ടല്ലോ, ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം. തന്റെ നഫ്സുകളോട് അക്രമം പ്രവർത്തിച്ച എന്റെ അടിമകളെ എന്നാണ്. അപ്പോഴും ആ ഞാനുമായിട്ടുള്ള ബന്ധത്തെ ഡിസ്കണക്ട് ചെയ്യാൻ ആരും തയ്യാറാവുന്നില്ല. അള്ളാഹു തയ്യാറാവും. നമ്മൾ തിന്മകൾ ചെയ്തിട്ടും അപ്പൊ അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലായി? തിന്മകളുടെ പേരിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്തായി പോവുകയില്ല, മുറിഞ്ഞു പോവുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മുസ്ലിം തിന്മ ചെയ്താലും അവൻ ആരായി പോവില്ല? കാഫിറായി പോവില്ല. ശിർക്ക് ചെയ്യാത്തിടത്തോളം എന്താവില്ല? വൻപാപം ചെയ്താലും മുസ്ലിം ആരായി പോവില്ല? കാഫിറായി പോവില്ല. അപ്പോഴും അള്ളാഹു അവനുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയിരിക്കും. അപ്പം ഞാൻ എൻ്റെ അടിമകളിൽ തിരഞ്ഞെടുത്ത ആളുകളിൽ തന്നെ ഈ മൂന്ന് കൂട്ടം ആളുകളുണ്ട്. ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. കണ്ടോ, ഇത് അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ്. ഏത്? അബീദിനില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി. കാരണം ഈ ഖൈറാത്തുകളെല്ലാം ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? അത് അവരുടെ യോഗ്യതയല്ല, പിന്നെ അള്ളാഹുവിന്റെ അവിടുത്തെ ഇതിന്റെ അർത്ഥം അനുവാദം എന്നല്ല, പിന്നെ അള്ളാഹുവിന്റെ തൗഫീഖ് എന്നാണ്, അള്ളാഹുവിന്റെ വേണ്ടുക. അപ്പം ഇങ്ങനത്തെ ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാവും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണല്ലോ അള്ളാഹു അവരെ ഈ ഉമ്മത്തിൽ, അല്ലാതെ ഇവര് കുറെ ഹറാമുകൾ ചെയ്യും ഇവരെ ആരാക്കണ്ട, നബിതങ്ങളുടെ ഉമ്മത്തിൽ ഇവരെ പെടുത്തണ്ട, ഇവരെ വേറെ ഏത് ഉമ്മത്തിലാക്കാന്ന് പഠിച്ചോ തീരുമാനിച്ചോ? അള്ളാഹ്ക്ക് അറിയില്ലേ നമ്മുടെ ഹറാമുകൾ ചെയ്യും, പല ഫർദുകളും ഒഴിവാക്കും, അതുകൊണ്ട് ഇവൻ എന്റെ നബിയുടെ ഉമ്മത്താവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് വേറെ ഉമ്മത്തിലാക്കിയാൽ മതിയായിരുന്നു. പക്ഷെ ഇതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിൽ തന്നെ ഖുർആനിനെ അനന്തരമെടുക്കാൻ വേണ്ടി അള്ളാഹു ഈ ഉമ്മത്ത് നമ്മളെ ആക്കി. അതുകൊണ്ടാണ് പക്ഷെ പറഞ്ഞത് ദാലിക ഹുവൽ ഫദ്ലുൽ കബീർ. ഇതൊരു ചെറിയ ഔദാര്യമാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ അതിമഹത്തായ നമ്മുടെ മേലുള്ള ഔദാര്യമാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ എന്നാണ്. കണ്ടോ, അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഈ മുൻകഴിഞ്ഞ മൂന്ന് കൂട്ടം ആളുകളും എന്ത് ചെയ്യും? പ്രവേശിക്കും. യദ്ഖുലൂനഹ, അവരതിൽ ളാലിമുൽ ലിനഫ്സിഹിയും എന്ത് ചെയ്യും? സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. അല്ലാതെ ഈ മൂന്ന് ആദ്യത്തെ ളാലിമുൽ ലിനഫ്സിഹി നരകത്തിൽ പോവും, മുഖ്തസിദ് ആറാഫിലിരിക്കും, അല്ല മറ്റേ സാബിഖുൻ ബിൽ ഖൈറാത്ത് എവിടെയും പോകും? സ്വർഗ്ഗത്തിൽ പോകും. അങ്ങനെയാണോ? ഈ മൂന്ന് കൂട്ടം ആളുകളും എവിടെ പോകുന്നവരാണ്. പക്ഷെ അതിനൊരു പ്രൊസീജിയറുകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം. ആദ്യത്തെ അതിനെ കുറിച്ച് പറയുന്നുണ്ട്, ഈ തഫ്സീറുകളുണ്ട്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഈ മൂന്ന് കൂട്ടം ആളുകളെ സംബന്ധിച്ചും ഇവർ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖുർആനിലും അങ്ങനെ തന്നെയാണ്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂന. ഇതിനെ സംബന്ധിച്ച് വിശദമായ ഒരു വ്യാഖ്യാനം
അബൂ സാബിത്ത് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താബിഈയാണ്. അദ്ദേഹം പറയാണ്, ഞാനൊരിക്കൽ മസ്ജിദിലെത്തിയപ്പോൾ അവിടെ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായി. ഒരു തമ്മിൽ പരിചയപ്പെട്ട് എന്തായി, അപ്പം നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അങ്ങനെ ആയപ്പോ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഹദീസ് കേൾപ്പിച്ചു തരാം, നബിതങ്ങളിൽ നിന്ന് ഞാൻ കേട്ട ഒരു കാര്യം. അത് ഞാൻ തങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം ഇതുവരെ എനിക്ക് എന്തായിട്ടില്ല, കിട്ടിയിട്ടില്ല. ഈ പറയാൻ പോകുന്ന ഹദീസ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഒരുപാട് ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പറയാൻ പോകുന്ന ഹദീസ് തങ്ങളിൽ നിന്ന് കേട്ടതിന് ശേഷം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ നബിതങ്ങളുടെ അടുക്കൽ ഇരിക്കുമ്പോൾ തങ്ങൾ ഒരിക്കൽ ഈ ആയത്ത് ഓതി, നമ്മളിപ്പോ പഠിച്ച ആയത്ത് എന്നുള്ള ആയത്ത്, ഈ 3 കൂട്ടം ആളുകളെ വിവരിക്കുന്ന ആയത്ത് ഓതിയിട്ട് തങ്ങൾ പറഞ്ഞു, ഈ 3 വിഭാഗത്തിൽ നിന്ന് സാബിഖുൻ ബിൽ ഖൈറാത്ത് എന്ന് അല്ലാഹു പറഞ്ഞ ആൾ, അതായത് മൂന്നാമത് പറഞ്ഞു, അവരാരാന്ന് പറഞ്ഞേ? അവര് ഹറാമും ചെയ്തില്ല, കറാഹത്തും ചെയ്തില്ല, ഫർളുകളും സൂക്ഷിച്ചു പൂർത്തിയാക്കി, സുന്നത്തുകളും അവർ പൂർത്തിയാക്കി. അവരെ കുറിച്ച് അവർ ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. മുഖദ്ദസിദിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് ഒരു ലഘുവായ വിചാരണ ഉണ്ടാവും. നമ്മള് ഹിസാബൻ യസീറ എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ ഒരു ലഘുവായ ഒരു വിചാരണ ആർക്കുണ്ടാവും? മുഖദ്ദസിദിനുണ്ടാവും. മുഖദ്ദസിദാര ഹറാമുകളൊന്നും ചെയ്തില്ല, പക്ഷെ കറാഹത്തുകൾ സംഭവിച്ചു പോയി. ഫർളുകളെല്ലാം പൂർത്തിയാക്കി, സുന്നത്തുകളിൽ മുസ്തഹബാത്തുകളിലൊക്കെ വീഴ്ച വയ്ക്കും. അവർക്ക് ലഘുവായ ഒരു വിചാരണ ഉണ്ടാവും. അതിനുശേഷം അവരെ സ്വർഗത്തിലേക്ക് അയക്കും. എന്നാൽ ലാലിമുൽ ലിനഫ്സി, എല്ലാ ഫർളുകളും പൂർത്തിയാക്കാൻ സാധിച്ചില്ല, ചില ഫർളുകൾ ഒഴിവാക്കി, എല്ലാ ഹറാമുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ സാധിച്ചില്ല, ചില ഹറാമുകൾ ചെയ്തു. അങ്ങനത്തെ ആളുകളെ പറ്റി തങ്ങൾ പറഞ്ഞു, അവർക്ക് ചില ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷേ ആ ദുഃഖങ്ങൾക്കും പ്രയാസങ്ങൾക്കും ശേഷം അവരെയും അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും എന്ന് ഈ ആയത്തിന്റെ തഫ്സീർ ആര് തന്നെ പറഞ്ഞു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ദർദാ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം, ഏത് നമ്മൾക്ക് ലാലിമുൽ നഫ്സിഹി ആകണോ, അതായത് കുറച്ച് ശിക്ഷയൊക്കെ അനുഭവിച്ചതിന് ശേഷം സ്വർഗ്ഗത്തിൽ പോയാൽ മതിയോ, അതല്ല മുഖദ്ദസിദാവണോ, അതായത് ചെറിയൊരു വിചാരണ നേരിട്ട് സ്വർഗ്ഗത്തിൽ പോകുന്ന ആളാവണോ, അതല്ല ഹിസാബ് കൂടാതെ സ്വർഗ്ഗത്തിൽ പോകുന്ന സാബിഖുൻ ബിൽ ഖൈറാത്ത് ആവണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ജന്നാത്തു അദ്നി യദ്ഖുലൂനഹ, അവർ അദ്ൻ എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ അവർ ഈ 3 കൂട്ടം ആളുകൾ പ്രവേശിക്കും. ഈ ലാലിമുൽ നഫ്സി ചിലപ്പോൾ ചില ശിക്ഷകൾ അനുഭവിച്ചതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക? യുഹല്ലൂന ഫീഹ,